ഹലോ ഗേയ്സ്, ഇനി ഞങ്ങൾക്ക് കുറച്ച് മുല്ലപ്പൂ കിട്ടിയിട്ടുണ്ട്. ഇത് എവിടുന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പൊന്നുവിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതാ ചാൻ്റെ വീട്ടിലുണ്ടായതാട്ടാ. ഇത് വെറും സാധാരണ മുല്ലപ്പൂ അല്ല കേട്ടാ, നല്ല കട്ട മുല്ലപ്പൂ ആണ്. അപ്പം ഇത്രയധികം മുല്ലപ്പൂ കിട്ടിയ ശരിക്കും ഞാൻ അതൊന്ന് കോർത്ത മാലയൊക്കെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് കോർത്തു തുടങ്ങിയിട്ടാ. ശരിക്കും ഇപ്പം ഞാൻ കോർത്ത് കഴിഞ്ഞാൽ ശരിയാവോന്ന് അറിയില്ല കേട്ടാ. എന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഒരു 8-9 പഠിക്കുന്ന സമയത്തൊക്കെ ഏട്ടാ കോർത്തിരുന്നത്. അന്നൊക്കെ മുല്ലപ്പൂ കോർക്കാനൊക്കെ എനിക്ക് ഭയങ്കര ക്രീസായിരുന്നു കേട്ടാ. ഇപ്പോഴാണ് ഞാൻ ടച്ചൊക്കെ വിട്ടുപോയില്ലേ, അത് കാരണം ശരിയാവുന്ന വലിയ പ്രതീക്ഷയില്ല കേട്ടാ. അതും കട്ട മുല്ലപ്പൂവാണെങ്കിൽ കോർക്കണേ. പൊന്നുവിനോടാണെങ്കിൽ ഞാൻ വലിയ കാര്യത്തിൽ കെട്ടാൻ അറിയാനെന്നൊക്കെ പറഞ്ഞതാട്ടെ. എന്നാലും ഒരു പ്രതീക്ഷ കൈവിടാതില്ലാതില്ല കേട്ടാ. ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ പൂ കോർത്ത് ആദ്യം എടുത്ത നൂല് അവസാനിച്ചുട്ടാ. അപ്പോഴേക്ക് ഞാൻ രണ്ടാമത്തെ നൂലെടുത്ത് വീട് കെട്ടി തുടങ്ങി. അങ്ങനെ കേസ് എന്റെ മാല കെട്ടി കഴിഞ്ഞിട്ടുണ്ടാ. ഒന്നല്ല കേട്ടാ, 2-3 ഉണ്ട് കേട്ടാ. അപ്പൊ എന്റെ പണ്ടത്തെ കഴിവൊന്നും പോയിട്ടില്ല അല്ലേ. ഞാൻ വിചാരിച്ചു കെട്ടി വരുമ്പോഴേക്കും ഒക്കെ കൊളാവുന്നു. അപ്പൊ ഇത് ഈ മാല മൊത്തത്തിൽ 2 മുഴണ്ടേ. കട്ടമുല്ലപ്പൂ ആയാലും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഞങ്ങൾക്കാണെങ്കിൽ മുല്ലപ്പൂ നോക്കിയിട്ടും മണത്തിട്ടും എടുത്ത് വെക്കാനേ തോന്നുന്നില്ല. ഞങ്ങളിപ്പോ മുല്ലപ്പൂ വീണ്ടും വാഴലയിലെ പൊതിഞ്ഞിട്ട് ചോറും പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോകട്ടാ. നാളെ എന്തായാലും അടുത്ത പൊന്നിന് സ്കൂളിൽ പോകുമ്പോൾ തലയിൽ വെക്കാനും പിന്നെ ഞങ്ങളുടെ കൃഷ്ണനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത് വെക്കാൻ പോവാണേ. അപ്പൊ ഗേസ്, ഞാൻ കിട്ടിയ മുല്ലപ്പൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടാ. അതുപോലെ ഞങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടാ.